വുളുവിന്റെ ശേഷം ദുആ സുന്നത്താണ്. വുളു കഴിഞ്ഞിട്ട് നാം സാധാരണ വുളു എടുത്തു കഴിഞ്ഞാൽ ഖിബ്ലക്ക് അഭിമുഖമായി നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്നാണ് സാധാരണ നാം ദുആയിൽ പറയാറ്. എന്നാൽ മയ്യിത്തിന് വേണ്ടിയുള്ള വുളുവിന്റെ ശേഷം അല്ലാഹുമ്മ ജഅൽഹു മിനത്ത് തവ്വാബീന വജഅൽഹു മിനൽ മുതതഹിരീന വജഅൽഹു മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്റ് അത് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. അങ്ങനെ വുളു കഴിഞ്ഞു. ഇനി മയ്യിത്തിന്റെ ശരീരത്തിൽ നിന്ന് വല്ല മാലിന്യങ്ങളും പുറത്തു പോവുകയോ അന്യ സ്ത്രീ പുരുഷന്മാർ തൊടുന്ന സമയത്ത് വുളു മുറിയുന്ന പ്രശ്നമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ടൊന്നും മയ്യിത്തിന് നാം ഇപ്പോഴുണ്ടാക്കി കൊടുത്ത വുളു ഒരു കാരണവശാലും മുറിയുന്നതല്ല, വളരെ ഭദ്രമായ വുളുവാണ് എന്നർത്ഥം. വുളു ഉണ്ടാക്കി കൊടുത്തു. ഇനി കുളിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വുളു മയ്യിത്തിന്റെ കുളിക്ക് സുന്നത്തുള്ളൊരു വിഷയമാണ്. കുളിപ്പിക്കൽ നിർബന്ധമായൊരു കാര്യവുമാണ്. എന്നാൽ ഇതിന്റെ നിയ്യത്തിന്റെ കാര്യം, കുളിപ്പിക്കുന്നതിന് നിയ്യത്ത് നിർബന്ധം ഇല്ല, മറിച്ച് സുന്നത്താണ്. അതേസമയം സുന്നത്തായ വുളു സാധുവാകണമെങ്കിൽ നിയ്യത്ത് നിർബന്ധവുമാണ്. ആയതിനാൽ വുളു എടുക്കുന്ന സമയത്ത് ഈ മയ്യത്തിന് ഞാൻ വുളു എടുത്തു കൊടുക്കുന്നു എന്നോ മയ്യത്ത് കുളിക്ക് വേണ്ടിയുള്ള വുളു ഞാൻ നിർവഹിക്കുന്നു എന്നോ നിയ്യത്ത് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി ആദ്യമായി ചെയ്യുന്നത് തലയും താടിയും കഴുകി വൃത്തിയാക്കുകയാണ്. താളിയും മറ്റും ഉപയോഗിക്കാനൊക്കെ ഫുഖഹാ നിർദ്ദേശിച്ചതായി കാണാം. ചെയ്യുന്നതിന് വിരോധമില്ല. ഇനി ആ സ്ഥാനത്ത് നാം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കാവുന്നതുമാണ്. അപ്പോൾ മയ്യത്തിന്റെ തല വെള്ളമൊഴിച്ച് മുടി കൊഴിഞ്ഞു പോവാൻ ഇട വരാത്ത വിധത്തിൽ ലളിതമായി തലയും താടിയും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന്റെ ശേഷം നല്ല വെള്ളം എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ആദ്യ ഭാഗം. ഇതും ശരീരത്തിൽ ഔറത്തായ ഭാഗം നിർബന്ധമായും ശീല ചുറ്റിയ കൈകൊണ്ട് തൊടാൻ പാടുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി മറ്റു ഭാഗങ്ങളും പരമാവധി നഗ്നമായ കൈ ഒഴിവാക്കിയിട്ട് ശീല ചുറ്റിക്കൊണ്ടാവലാണ് ഉത്തമം. തലയും താടിയും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഇത് കഴുകുന്ന സമയത്ത് മുടിയൊക്കെ ചെടകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പല്ല് അല്പം അകന്ന് നിൽക്കുന്ന ചീർപ്പ് കൊണ്ട് വാരി കൊടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഇങ്ങനെ വാർന്നു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുടി കൊഴിഞ്ഞു പോകാനിട വരും. മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന പക്ഷം ആ മുടി കഫൻ പുടയിൽ വെച്ചുകൊണ്ട് മയ്യത്തിനോട് കൂടെ മറവ് ചെയ്യേണ്ടത് ആയതിനാൽ ആ മുടിയെടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അങ്ങനെ വാർന്ന് വെള്ളം അടിയിൽ ചേരാത്ത കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി തലയിലും താടിയിലുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ബോധ്യം വരുത്തുക. കഴുകിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കുളിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് ആദ്യം വെള്ളം വാർന്നുകൊണ്ട്, അപ്പോൾ വലത് ഭാഗം പിന്നീട് ഇടത് ഭാഗം കഴുകി മയ്യത്തിനെ ചൊരിച്ചു പിടിച്ചിട്ട് വലത് ഭാഗവും ഇടത് ഭാഗവും പിൻഭാഗത്തു നിന്നും കഴുകി ആണ് കുളിപ്പിക്കുന്നതിൻ്റെ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ വഫാത്തായപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ സ്ത്രീകളോട് ആ വിധത്തിൽ വലഭാഗം ആദ്യം കഴുകിക്കൊണ്ട് വേണം മകളുടെ ജനാസ കുളിപ്പിക്കാനെന്ന് നിർദ്ദേശിച്ചത് സ്വഹീഹായ ഹദീസിൽ കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാ രേഖപ്പെടുത്തുന്നു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതു ഭാഗത്തിന് മുന്തിക്കൽ ആവശ്യമാണെന്ന്. അപ്പോൾ ഒരു വലിയ തുണിയിൽ മൂടിയിട്ട ജനാസയാണ്, അടിഭാഗത്ത് മറ്റു വസ്ത്രങ്ങളൊന്നും ഇല്ല. ഈ വിധത്തിലാണ് നാം കുളിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ വലതു ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിക്കണം. അങ്ങനെ വലതു ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ ഇനി അല്പം സോപ്പ് ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. സോപ്പ് ഉപയോഗിച്ച് മുൻഭാഗത്ത് തേച്ചു. ആ സോപ്പിന്റെ വെള്ളം പോകുന്നതിന് വേണ്ടി, അഴുക്കുകൾ നീങ്ങുന്നതിന് വേണ്ടി ആവശ്യമാകുന്ന തോതിൽ ഇനിയും വെള്ളം ഒഴിക്കണം. ഒരു പ്രാവശ്യം ഒഴുക്കിയത് കൊണ്ടിട്ട് ആ സോപ്പും അഴുക്കും നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കണം. ഇല്ല, വൃത്തിയായിട്ടില്ല എന്ന തോന്നൽ ബാക്കിയാണെങ്കിൽ വീണ്ടും ആവശ്യാനുസാരം വെള്ളം ഒഴിച്ച് ആ സോപ്പും അഴുക്കുകളും നീക്കി വെക്കുക. ഇതേ പ്രകാരം ഇനി
ഇടത് ഭാഗത്ത്, ശരീരത്തിന്റെ മുൻഭാഗം ഇടതുവശത്തും വെള്ളം ഒഴിച്ചിട്ട് കഴുകും. ആശുപത്രിയിൽ കിടന്ന രോഗിയാകുമ്പോൾ ബാൻഡേജിന്റെ പേരിലോ പ്ലാസ്റ്റർ കാരണമായിട്ടോ ഗ്ലൂക്കോസ് കയറ്റുന്നതിന്റെ പേരിലോ മറ്റോ എവിടെയെങ്കിലും വെള്ളം ചേരാൻ തടസ്സമുണ്ടായ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് കഴിയാത്ത വിധം താമം ചെയ്യേണ്ടി വരും. ഇതുപോലെ നഖത്തിന്റെ താഴ്ഭാഗത്ത് അഴുക്കുണ്ടോ എന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും, കാൽ കൈ നഖങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചെറിയ വസ്തുക്കൾ എടുത്തിട്ട് ആ അഴുക്ക് നീക്കിയിരിക്കേണ്ടതുമാണ്. കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വലതു ഭാഗം കഴുകിയതുപോലെ ഇടതു ഭാഗം ഒന്നിച്ച് വെള്ളം പാർന്നു, പിന്നീട് സോപ്പ് ഉപയോഗിച്ചു ശരിക്ക് കഴുകി ആ സോപ്പും അഴുക്കും നീങ്ങുന്നതിനാവശ്യമായ വിധം വീണ്ടും വെള്ളം പാർന്നിട്ട് കഴുകണം. അപ്പൊ ഒരു പ്രാവശ്യം വെള്ളം പാർന്നുകൊണ്ട് സോപ്പും പതയും അഴുക്കും നീങ്ങി എന്ന് ഉറപ്പായാൽ അതുകൊണ്ട് മതിയാക്കാം. അതല്ലെങ്കിൽ 2 തവണ പാരണം. 2 തവണ പാർന്നിട്ട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മതിയാക്കാതെ 3 പ്രാവശ്യമാക്കലാണ് ഉത്തമം. ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് അഴുക്കൊക്കെ നീക്കിയതിനു ശേഷം ഇനി നമുക്ക് മയ്യത്തിന്റെ അടിഭാഗം ഇതുപോലെ വലതും ഇടതും 2 ഭാഗങ്ങളായിട്ട് വെള്ളം പാർന്ന് കഴുകണം. അതിനാദ്യമായി മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചാൽ വലതു ഭാഗം പിന്നിലായിട്ട് വെള്ളം ഒഴുകി ആ വലതു ഭാഗത്തിന്റെ കുളി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ 2 ഭാഗവും കഴുകിയതിന് ശേഷം മയ്യത്ത് ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചു പിടിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മയ്യത്ത് മുഖം കുത്തി പോകാൻ പാടില്ല. അങ്ങനെ മുഖം കുത്തിയിട്ട് മയ്യത്തിനെ കടത്തുന്നത് ഹറാമാണ്. ഒരു പ്രാവശ്യം വെള്ളം പാർന്നതിന്റെ ശേഷം സോപ്പ് ഉപയോഗിച്ച് അവിടെയും കഴുകി ആ സോപ്പ് പോകുന്നത് വരെ വീണ്ടും കഴുകി ആ അഴുക്കും സോപ്പും നീക്കിയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെ വലത് ഭാഗം തിരിച്ച് ഇടത് ഭാഗം ശരീരത്തിന്റെ താഴ്ഭാഗത്ത് മേൽ പറഞ്ഞതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയിരിക്കണം. ആ 2 ഭാഗവും കഴുകിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ വിധത്തിൽ 3 പ്രാവശ്യം കഴുകിയിരിക്കണം. നേരത്തെ വെള്ളം ഒഴുകിയ കഴുകിയ 4 ഭാഗങ്ങളിലും ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചിട്ട് ഇനി 3 തവണ വീതം കഴുകേണ്ടതുണ്ട്. ഇത് സുന്നത്താണ്. ഇനി ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൽ അല്പം കൽപ്പൂരം ചേർത്തിരിക്കലും അത്യാവശ്യമാണ്. ഈ വെള്ളത്തിൽ